വളരെ വികൃതമാക്കപ്പെട്ട നിലയിൽ പൂർണ്ണനഗ്നമായ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തുന്നതും തുടർന്ന് അതിന്റെ അന്വേഷണവുമാണ് ഈ ചിത്രം. പടം നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും പുതുതായിട്ട് റിലീസായ പോളിഷ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കളേഴ്സ് ഓഫ് ഇവിൾ റെഡ്. ആ പെങ്കൊച്ചിങ്ങനെ മരിച്ചു കിടക്കുന്ന ആ ഒരു രംഗം, ആ ഒരു രൂപം, ഷേപ്പ്, ആ ലുക്ക്, അത് ഭയങ്കര ഭീകരമാണ് കേട്ടോ. അതാണെങ്കിൽ കുറെ നേരം ഇങ്ങനെ ടൈറ്റ് ഷോട്ടി കാണിക്കുന്നുണ്ടോ. എന്തൊരു സൈക്കോ ആയിരിക്കും അങ്ങനെ ഒരാളെ കൊല്ലുക എന്ന ഒരു തോന്നൽ പ്രേക്ഷകർക്കും കൂടി തോന്നിപ്പിക്കുമ്പോഴാണ് കഥ വിജയം നേടുന്നത്. സോ ആദ്യം മുതലേ തന്നെ നമ്മളെ ഹുക്ഡ് ആക്കി നിർത്താനായിട്ട് ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഭയങ്കര ട്വിസ്റ്റോ അല്ലെങ്കിൽ കുഴപ്പിക്കുന്ന ഒരു കേസ് അന്വേഷണമോ ഒന്നും ഇല്ലെങ്കിലും ആദ്യ അവസാനം നമ്മളിങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് പിടിച്ചിരുത്താനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഥാപാത്രങ്ങളുടെ ആ ഒരു ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും അവരുടെ ഇമോഷൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കണക്ട് ആവുന്നുണ്ട്. കഥയൊക്കെ പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആണ്, അതുപോലെ തന്നെ വളരെ പ്രെഡിക്റ്റബിളും ആണ് ചിലയിടങ്ങളിലൊക്കെ. സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു സസ്പെൻസ് അവസാനം തരാനായിട്ട് അതിന് സാധിക്കുന്നുമുണ്ട്. ഇതിന്റെ കിടിലൻ ക്യാമറയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. സംഭവം ഇങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ ഫുൾ HD നിങ്ങൾ കാണാം, ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. പിന്നെ പോളണ്ടിന്റെ ആ ഒരു സ്ഥലത്തിന്റെ ഭംഗിയുണ്ട്, അത് വേറെ കാര്യം. BGM, സൗണ്ട് എഫക്ട്സ്, ഓരോ കാര്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് ഒക്കെ എക്സലന്റ് ആണ്. കാസ്റ്റിംഗും എല്ലാവരുടെയും പെർഫോമൻസും എടുത്തു തന്നെ പറയണം. പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതുപോലെ വിക്ടിം ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ, അങ്ങനെ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. എങ്കിലും കുറച്ച് ചോദ്യങ്ങളൊക്കെ പടം അവസാനം ബാക്കി വെക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, പറഞ്ഞാൽ സ്പോയിലർ ആയപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നോൺ ലീനിയർ എഡിറ്റിംഗ് ആണ്, എങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഫ്ലാഷ് ബാക്ക് കൂടി കയറി വരുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിനെ കുറിച്ച് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റിൽ ഇറ്റ്സ് റിയലി എ വർത്ത് വാച്ചിങ് മൂവി. സോ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസാകുന്ന ത്രില്ലർ ഫിലിംസിൽ വളരെ മികച്ച അല്ലെങ്കിൽ ഡീസന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കണ്ട ഒരു സംതൃപ്തിയുണ്ട്. സോ ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടോളൂ. ത്രില്ലർ പ്രേമികൾക്ക് ഇഷ്ടമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇതിന് 4 out of 5 റേറ്റിംഗ് നൽകും. എൻ്റെ അഭിപ്രായമായിരിക്കണം എന്നില്ല നിങ്ങൾക്ക്. പടം പോളിഷ് ആണ്, ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ ഇത് കാണാൻ സാധിക്കും. ഞാനിത് ഇംഗ്ലീഷിലാണ് കണ്ടത്. ഇന്ത്യൻ ഭാഷകളിലൊന്നും തൽക്കാലം നിലവിലില്ല. 1 മണിക്കൂർ 52 മിനിറ്റാണ് ദൈർഘ്യം. സോ ധൈര്യമായിട്ട് കണ്ടു നോക്കിയോ പടം.